ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ടൗണിൻ്റെ അകത്ത് തന്നെ ഇങ്ങനൊരു സ്പോട്ട് സൂപ്പറാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. നമ്മുടെ പുറകെ കാണുന്ന ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ അടുത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എഞ്ചിനീയറിംഗ് മാർബിൾ തന്നെയാണ്. ഈ കാണുന്നത് പോലെ തന്നെ ഈ പാലത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. മറ്റു പാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കാണുന്ന ഈ സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഗ്യാപ്പിൻ്റെ ഏകദേശം നടുക്ക് തന്നെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ടൗണിൽ നിന്നും 5 കിലോമീറ്റർ മാറി നമ്മുടെ പുറകെ കാണുന്ന ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ അടുത്താണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. പാലക്കാട് ജില്ലയിലെ ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളാണ്. ഇത് പണിതത് 1958 അതായത് മലമ്പുഴ ഡാം കമ്മീഷൻ ചെയ്തതിന് 3 കൊല്ലം ശേഷമാണ് ഇത് കമ്മീഷനാക്കിയിരിക്കുന്നത്. സംഭവം ഇത് ബ്രിട്ടീഷ് പാലം എന്നൊക്കെ പറഞ്ഞാലും ബ്രിട്ടീഷുകാരൊന്നല്ല ഇത് പണിതത്. പക്ഷേ ബ്രിട്ടീഷ് ആർക്കിടെക്ചറിലാണ് ഇത് പണിതിരിക്കേണ്ടത്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് മലമ്പുഴ ഡാമിലത്തെ വെള്ളം പല ലോക്കൽ ഏരിയയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അക്വാഡക്റ്റ് മാതൃകയിലുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് മലമ്പുഴ കനാൽ ഇറിഗേഷൻ പോകുന്നുണ്ട്. ഒരു സൈഡ് മിഡിൽ കൂടെ കനാൽ പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കാറുകൾക്കും ബാക്കിയുള്ള ചെറിയ വാഹനങ്ങൾക്കും പോകാനുള്ള ഒരു റോഡുണ്ട്. തൊട്ടിപ്പുറത്ത് കാൽനട യാത്രക്കാർക്ക് സുഖമായിട്ട് നടന്ന് കാഴ്ചകൾ കാണാനുള്ള ഒരു വരിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എഞ്ചിനീയറിംഗ് മാർബിൾ തന്നെയാണ്. ഇത്രയും ഫോഴ്സുള്ള ഒരു വെള്ളം ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ കനാലാക്കി ഇങ്ങനെ അടുത്ത പ്രദേശത്തേക്ക് വിടുക, അതിൻ്റെ താഴത്തേക്ക് കൂടെ ഒരു പുഴ ഒഴുകുക. അതൊരു വിസ്മയം തന്നെയാണ് ശരിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പാലത്തിൻ്റെ പഴക്കം തന്നെയാണ്. ഏകദേശം 65 വർഷം പഴക്കമുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ ഈ പാലത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ റോഡും നടുക്ക് അക്വാഡക്റ്റ് മാതൃകയിലുള്ള ഒരു കനാലും റൈറ്റ് സൈഡിൽ കാൽനട യാത്രക്കാർക്ക് സുഖമായിട്ട് കാഴ്ചയും കണ്ട് നടക്കാനുള്ള ചെറിയ ഒരു വഴിയും ഉണ്ട്. ഈ കാണുന്നത് ഭാരതപ്പുഴയാണ്. അതിന് മുകളിലൂടെയാണ് ഈ പാലം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പുഴയിൽ വെള്ളം തീരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല ഒഴുക്കുണ്ടാവും. അപ്പോൾ ഒന്നും കൂടിയും ഭംഗിയായിരിക്കും ഈ സ്ഥലം കാണുവാനായിട്ട്. ഇതിന് വശത്തിൽ കൂടെ താഴത്തോട്ട് ഇറങ്ങിപ്പോകാനുള്ള പടവുകളുണ്ട്. പക്ഷേ സൂക്ഷിച്ച് വേണം ഇറങ്ങിപ്പോകാൻ. കാരണം ആ പടവുകൾ കാലപ്പഴക്കം കാരണം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഈ പാലത്തിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസാണ്. പക്ഷേ വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വലിയ വീതിയൊന്നും ഇല്ലെങ്കിലും വാഹനങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ഈ വഴി കടന്നു പോകാൻ സാധിക്കും. അങ്ങ് ദൂരെ കാണുന്ന മലനിരകൾ വെസ്റ്റേൺ ഗാറ്റ്സ് ആട്ടോ. വീതിയുള്ള ഭാഗത്ത് നിന്നും വീതി കുറഞ്ഞ ഒരു കനാലിൽ കൂടെ ഇങ്ങനെ ഒഴുകുമ്പോൾ ഈ വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. മറ്റു പാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കാണുന്ന ഈ സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ നിന്ന് നമുക്ക് സുഖമായിട്ട് സൂര്യാസ്തമയം ഇങ്ങനെ കാണാം. ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് കാണാം. രാവിലെ വന്നു കഴിഞ്ഞാൽ കുറേ പേര് ഈ വഴിയൊക്കെ നടക്കാനും ഓടാനും വ്യായാമം ചെയ്യാനും ഒക്കെ ഇവിടെ എത്താറുണ്ട്. ഈ നടപ്പാത എന്ന് പറയുന്നത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നടക്കാൻ പാകത്തിനുള്ള വീതിയാണ്. പക്ഷെ എന്നിരുന്നാലും വേറെ ആരുടെ ശല്യം ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ ഇവിടെ നിന്നിട്ട് നമുക്ക് കാഴ്ചയൊക്കെ കാണാം. കുട്ടികളെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കുക. കാരണം ഈ റെയിലുകൾക്ക് നല്ല വീതിയുണ്ട്. അവരതിൽ കൂടെ തലയിട്ട് താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാണുന്നതാണ് മനോഹരമായ ഭാരതപ്പുഴയുടെ പനോരമിക് ദൃശ്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 65 കൊല്ലം കാലപ്പഴക്കമുള്ള ഒരു പാലം തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലീക്കൊക്കെ ഈ പാലത്തിന് ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയാവുമെങ്കിലും വലിയ പ്രശ്നമില്ല. അത് കണ്ടില്ലേ, ലീക്കുണ്ട്. ഈ കനാലത്തെ വെള്ളം തന്നെയാണ് ലീക്കായിട്ട് താഴേക്ക് പോകുന്നത്. ഈ സൈഡിൽ കൂടെ താഴോട്ട് നമുക്ക് പോകാവുന്നതാണ്. പക്ഷേ സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്. ഈ പടവുകൾക്ക് വലിയ വീതിയില്ല, ചിലതിനൊന്നും ഉറപ്പുമില്ല. എങ്കിലും നമുക്ക് സൂക്ഷിച്ച് വളരെ പതുക്കെ നമുക്ക് താഴോട്ട് ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തി. ഈ കാണുന്നത് ഭാരതപ്പുഴയുടെ ഒരു ഗതികേടാണെന്ന് തന്നെ പറയാം. വേനൽക്കാലമായി കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. വന്നിരിക്കുന്ന ആൾക്കാർ ഫോട്ടോഷൂട്ടിന് കേട്ടോ, പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ടിന് വന്നവരാണ്. ഇവിടെ കുറേ ഫോട്ടോഷൂട്ടുകളും സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനും ഒക്കെ ഉള്ളതാണ്. ഇവിടെ ഷൂട്ട് ചെയ്ത ഒത്തിരി സിനിമകളുണ്ട്. ലാലേട്ടൻ്റെ ഒടിയൻ, ചാക്കോച്ചൻ്റെ ജമുന പ്യാരി, ദിലീപേട്ടൻ്റെ രാമലീല, കാവ്യമാധവൻ്റെ ഗദ്ദാമ എന്നിവ ചുരുക്കം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്.
പാലക്കാട് ജില്ലയിൽ ടൗണിൻ്റെ അകത്ത് തന്നെ ഇതുപോലെ സൂപ്പറായിട്ടൊരു ഈവനിങ് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ബ്രിട്ടീഷ് ബ്രിഡ്ജ്. വൈകുന്നേരം കുടുംബമൊത്ത് വന്നിട്ട് നമുക്ക് സുഖമായിട്ടത് ഇപ്പോൾ തന്നെ നല്ല കാറ്റുണ്ട്. ആ കാറ്റ് കൊണ്ടിരിക്കാനും നല്ലൊരു സൂര്യാസ്തമയം കാണാനും ഇവിടെ പറ്റും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഭാരതപ്പുഴ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് വേനൽക്കാലമൊക്കെ ആയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വെള്ളമില്ല. പക്ഷേ നമ്മൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല വെള്ളം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പേരിന് മാത്രമാണ് വെള്ളമുള്ളത്, ബാക്കിയൊക്കെ ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ടൗണിൻ്റെ അകത്ത് തന്നെ ഇങ്ങനൊരു സ്പോട്ട് സൂപ്പറാണ്. നമുക്കിന്നൊരു ഭാഗ്യം കിട്ടി. ശരിക്കും ഇപ്പോൾ മലമ്പുഴത്തെ വെള്ളം കനാൽ വഴി തുറന്നു വിട്ടിട്ടുണ്ട്. അത് ഈ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലെ കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് പോണത്. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കൂടെ കാണാം, ഇത് ആ ബ്രിട്ടീഷ് പാലത്തിൻ്റെ മുകളിൽ കൂടെ വരുന്ന വെള്ളം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇത്രയും വെള്ളത്തിൻ്റെ ഫോഴ്സ് നിങ്ങൾക്കറിയാലോ. ഈ 1958 പണിത ഈ പാലം ഇപ്പോഴും യാതൊരു കേടുപാടുകൾ കൂടാണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു അത്ഭുതമാണ്. കാരണം നമുക്കറിയാലോ, ഈ അടുത്ത് പണിത പാലങ്ങളൊക്കെ പലയിടത്തും തകർന്ന് വീണിട്ടുണ്ട്. ഇതിനടുത്തുള്ള പ്രദേശങ്ങളൊക്കെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. നമുക്ക് ഒരു ഈവനിങ്ങോ ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇതിന് ചുറ്റുവട്ടത്തുള്ളത്. രസകരമായ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഗ്യാപ്പിൻ്റെ ഏകദേശം നടുക്ക് തന്നെയാണെന്ന് പറയാം. നേരെ കാണുന്ന ആ മലനിരകൾ നെല്ലിയാമ്പതി മലനിരകളും, പിന്നെ ബാക്കിൽ നമ്മൾ നേരെ കാണുന്നത് മലമ്പുഴ മലനിരകളുമാണ്. പാലക്കാട് ഗ്യാപ്പ് എന്നുള്ളത് ഒരു മൗണ്ടൈൻ പാസ്സാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ 2 അച്ചാച്ചന്മാരിരുന്ന് വിശേഷങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ നല്ലൊരു സ്പോട്ടാണ് വൈകുന്നേരം വന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇതിന് ചുറ്റുവട്ടമുള്ള സ്ഥലവും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പാലക്കാടൻ തനത് ഗ്രാമീണ ഭംഗി നമുക്കിവിടെ കാണാവുന്നതാണ്. ചുറ്റും നെൽപ്പാടങ്ങളും ചെറിയ തോടുകളും, അതായത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തോടുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടുന്ന് നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ദൂരെ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകൾ. അതുപോലെ നമ്മൾ തിരിഞ്ഞ് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ ഗാറ്റ്സ് കാണാൻ സാധിക്കും. ഇതൊക്കെ ക്യാമറയിൽ കൂടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ നല്ല രസമാണ്. ഒരു ഈവനിങ് നിങ്ങളുടെ ഫാമിലിയും മൊത്തം, പാലക്കാട് ജില്ലക്കാർക്കാണ് ഏറ്റവും സുഖം. ടൗണിലുള്ളവർക്ക് ഒന്ന് തിരക്കിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഇതേപോലുള്ള സ്ഥലം ഒരു സ്വർഗം തന്നെയാണ്. ഇന്ന് സാറ്റർഡേ ആണ്, ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ ഏകദേശം സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞു. അവിടെ അത്യാവശ്യം വിസിറ്റേഴ്സൊക്കെ ഉണ്ട് ഫോട്ടോഷൂട്ടിനും മറ്റുമായിട്ട്. വാഹനങ്ങൾ പോകുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ പാലത്തിന് ഇല്ലാതില്ല. ഇവിടുത്തെ ഇതിനെ കല്ലേപുള്ളി പാലമെന്നും ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്നൊക്കെ വിളിക്കും. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്നത് മലമ്പുഴയ്ക്ക് അടുത്തുള്ള ബ്രിട്ടീഷ് ബ്രിഡ്ജാണ്. ഇങ്ങോട്ട് വരണമെങ്കിൽ കനാൽ പാലം ബ്രിഡ്ജ് എന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് പാലക്കാട് ജില്ലയിലെ ബ്രിട്ടീഷ് പാലത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഇതുപോലുള്ളൊരു സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് പാലക്കാട് ജില്ലയിലുള്ളവർക്ക് തന്നെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇത് അറിയാവുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ്. നിങ്ങൾ ഈ വഴി പാസ് ചെയ്ത് പോകുമ്പോൾ എന്തായാലും ഈ വഴി ഒന്ന് പോകണം. നിങ്ങൾ കണ്ടില്ല, അത്രയ്ക്കും നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുക.